എല്ലാ വിദ്യാർത്ഥികൾക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത് വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത് വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഒരു ഫങ്ഷൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് ഫങ്ഷൻ? നമുക്കത് ഒന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഫങ്ഷൻസ്, അതിൻ്റെ മറ്റൊരു പേരാണ് മാപ്പിംഗ്. ഫങ്ഷൻസിൻ്റെ മറ്റൊരു പേരാണ് മാപ്പിംഗ്. ഈ ഫങ്ഷന്റെ ഡെഫിനിഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കാൾഡ് എ ഫങ്ഷൻ ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു യുണീക്ക് എലമെന്റ് ഓഫ് ബി. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷനെ ഫങ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിലെ യുണീക്ക് എലമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കണം. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ ഏതെങ്കിലും എലമെന്റുമായി റിലേറ്റ് ചെയ്യണം. ഒരെലമെന്റിലേക്ക് റിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. എയും ബിയും രണ്ട് സെറ്റുകളാണ്. എയിലെ എലമെന്റ്സ് ആണ് 1, 2, 3. ബിയിലെ എലമെന്റ്സ് 1, 4, 6, 9. ഏതൊക്കെ എലമെന്റ് ഏതുമായി റിലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. 1 റിലേറ്റ് ചെയ്യുന്ന 1നോടാണ്, 2 4ലേക്ക്, 3 9ലേക്കാണ്. ഇത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ റിലേഷൻ ഒരു ഫങ്ഷനാണ്. അതിൻ്റെ കാരണം എയിലെ എല്ലാ എലമെന്റ്സും 1ഉം 2ഉം 3ഉം ബിയിലെ യുണീക്ക് എലമെന്റുമായി റിലേറ്റ് ചെയ്യുന്നു. അതായത് എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ ഒരു എലമെന്റിലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫങ്ഷനാണ്. ഫങ്ഷന് നമ്മൾ സാധാരണ പേര് കൊടുക്കുക FGH തുടങ്ങിയ സ്മാൾ ലെറ്റേഴ്സ് ആണെന്നറിയാലോ. അതുകൊണ്ട് ഈ ഫങ്ഷന് കൊടുത്തിരിക്കുന്ന പേര് F എന്നാണ്. കൺസിഡർ എ ഫങ്ഷൻ F ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. എ ഈസ് കാൾഡ് ഡൊമൈൻ ആൻഡ് ബി ഈസ് കാൾഡ് കോഡൊമൈൻ. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കാണെങ്കിൽ ആദ്യത്തെ സെറ്റ് എ, അതിൻ്റെ പേര് ഡൊമൈൻ എന്നാണ്. രണ്ടാമത്തെ സെറ്റ് ബിയുടെ പേര് കോഡൊമൈൻ എന്നാണ്. ഈ ഡൊമൈൻ നമ്മൾ റിലേഷനിൽ പഠിച്ചത് ഓർഡേർഡ് പെയേഴ്സിലെ ആദ്യത്തെ എലമെന്റിന്റെ സെറ്റാണ്. ഇവിടെ അങ്ങനെ തന്നെയാ. പക്ഷെ എഫ് ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ എലമെന്റുകളുടെ സെറ്റ് എ തന്നെയായി മാറും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡൊമൈൻ എ എന്ന് പറയാനുള്ള കാരണം. ഒരു ഫംഗ്ഷനിലെ എല്ലാ ഓർഡേർഡ് പെയേഴ്സും എടുത്ത് അതിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് എഴുതിയാൽ അത് എപ്പോഴും എ ആയിരിക്കും. കാരണം എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിലെ എലമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എയുടെ പേര് ഡൊമൈൻ എന്നും ബിയുടെ പേര് കോഡൊമൈൻ എന്നുമാണ്. ഇനി ഇവിടെ 1നോടാണ് റിലേഷൻ. ആരോ മാർക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ആ റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1ന്റെ ഇമേജ് ആണ് 1. 2ൽ നിന്ന് ആരോ 4ലേക്കല്ലേ, 2ന്റെ ഇമേജ് ആണ് 4. 3ൽ നിന്ന് ആരോ 9ലേക്കാണ്, 3യുടെ ഇമേജ് ആണ് 9. ആ വാക്ക് ഓർക്കണം, ഇമേജ്. അപ്പോൾ 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 9. തിരിച്ച് നമ്മൾ പ്രീ ഇമേജ് എന്ന് പറയും. അപ്പോൾ 1ന്റെ ഇമേജ് 1 ആണ്. തിരിച്ചു പറഞ്ഞാൽ 1ന്റെ പ്രീ ഇമേജ് ആണ് 1. 2ന്റെ ഇമേജ് 4, 4ന്റെ പ്രീ ഇമേജ് 2. 3യുടെ ഇമേജ് 9, 9ന്റെ പ്രീ ഇമേജ് ആണ് 3. തിരിച്ചുള്ള വാക്ക് പ്രീ ഇമേജ് എന്നാണ്. ഇനി 1ന്റെ ഇമേജ് 1 ആണല്ലോ, അതിന് നമ്മൾ f(1) = 1 എന്ന് പറയും. 2ന്റെ ഇമേജ് 4, f(2) = 4. 3യുടെ ഇമേജ് 9, f(3) = 9. അതായത് f(x) = y means y is the image of x or
എക്സ് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ. അതാണ് അതിൻ്റെ അർത്ഥം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇമേജ് വൈ ആണ്, അല്ലെങ്കിൽ വൈയുടെ പ്രീ ഇമേജ് എക്സ് ആണ്. The set of elements in the codomain which have pre-image is called range. അതിന്റെ കോഡൊമൈൻ ബി ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ബിയിൽ പ്രീ ഇമേജ് ഉള്ള എലമെന്റ്സ് അതേതൊക്കെയാ? 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്. 6ന് പ്രീ ഇമേജ് ഇല്ല. ആ പ്രീ ഇമേജ് ഉള്ള എലമെന്റ്സിന്റെ സെറ്റ് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈനിൽ ഏതൊക്കെ എലമെന്റ്സിനാണോ പ്രീ ഇമേജ് ഉള്ളത് അതിന്റെ സെറ്റിന് വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 1, 4, 9. 1ഉം 4ഉം 9ഉം. അതിൽ 6 ഇല്ല, കാരണം 6ന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ടാണ്. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. അത് ആരോ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1ന്റെ ഇമേജ് 1 ആണ്, എഫ് ഓഫ് 1 ഈക്വൽ ടു 1. 2ന്റെ ഇമേജ് 4, എഫ് ഓഫ് 2 ഈക്വൽ ടു 4. 3യുടെ ഇമേജ് 9, എഫ് ഓഫ് 3 ഈക്വൽ ടു 9. അതാണ് അതിന്റെ സിമ്പൽ. ഈ ഫംഗ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജ് 4 ആണ്, 3യുടെ ഇമേജ് 9 ആണ്. 1ന്റെ സ്ക്വയർ അല്ലേ 1, 2ന്റെ സ്ക്വയർ ആണല്ലോ 4, 3യുടെ സ്ക്വയർ ആണല്ലോ 9. അതായത് ഒരു എലമെന്റിന്റെ ഇമേജ് അതിന്റെ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1ലേക്ക് മാറി, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. അപ്പോൾ എക്സിന്റെ ഇമേജ് എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആണ്. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ബി എന്ന് പറയുന്ന സെറ്റ് 1, 4, 6, 9 ഇല്ലേ, അത് മൊത്തത്തിൽ അതിന്റെ കോഡൊമൈൻ ആണ്. ആ കോഡൊമൈനിൽ 1ഉം 4ഉം 9ഉം മാത്രമേ റേഞ്ചിൽ വരൂ. എന്ന് പറഞ്ഞാൽ റേഞ്ച് എപ്പോഴും കോഡൊമൈനിന്റെ സബ്സെറ്റ് ആയിരിക്കും. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. ഇനി ദ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫങ്ഷൻസിന്റെ എണ്ണം കാണുന്ന ഫോർമുല അത് എൻ ഓഫ് ബി റൈസ് ടു എൻ ഓഫ് എ. ഫോർമുല പഠിച്ചു വെച്ചേക്കണം. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എൻ ഓഫ് ബി റൈസ് ടു എൻ ഓഫ് എ. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ അതിൽ 2 കണ്ടീഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിലെ ഏതെങ്കിലും എലമെന്റുമായി റിലേറ്റ് ചെയ്യണം. യുണീക്ക് എലമെന്റിലേക്ക് റിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എവരി ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ. എല്ലാ ഫംഗ്ഷനും റിലേഷനാണ്. പക്ഷേ എവരി റിലേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എല്ലാ റിലേഷനും ഒരിക്കലും ഫംഗ്ഷൻ അല്ല. എല്ലാ ഫംഗ്ഷനും റിലേഷനാണ്, പക്ഷെ എല്ലാ റിലേഷനും ഒരിക്കലും ഒരു ഫംഗ്ഷനായി മാറുന്നില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓർഡേർഡ് പെയർ 1, 3, 2, 5, 1, 5. ഇതൊരു റിലേഷനാണ്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. ഫംഗ്ഷൻ ആകണമെങ്കിൽ 2 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഇതിൽ നോക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഡൊമൈനും കോഡൊമൈനും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അത് നോക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് നോക്കാം? ഒരെലമെന്റ് യുണീക്ക് എലമെന്റിലേക്കാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്കിവിടെ നോക്കാൻ പറ്റൂ. എല്ലാ എലമെന്റ്സിനും റിലേറ്റഡ് എലമെന്റ് ഉണ്ടോ എന്ന് നോക്കാൻ ഇവിടെ പറ്റില്ല. ഡൊമൈനും കോഡൊമൈനും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് നോക്കാം. അതിൽ ഓർഡേർഡ് പെയർ 1, 3 മീനിങ് അറിയാലോ. 1 3യോട് റിലേറ്റ് ചെയ്യുന്നു, 2 5നോട്, 1 5നോട്. 3 ഓർഡേർഡ് പെയർ ആണ്. അതിൽ 1, 3, 1, 5 അത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 1, 3 1ന് 3യോട് റിലേഷൻ, 1, 5 1ന് 5നോട് റിലേഷൻ. എന്ന് പറഞ്ഞാൽ 1 എന്ന എലമെന്റ് ഒന്നിലധികം എലമെന്റുമായി റിലേറ്റ് ചെയ്തു. ഏതൊക്കെയായിട്ടാ? 3യുമായും 5യുമായും. അങ്ങനെ 1 ഒന്നിലധികം എലമെന്റുമായി റിലേറ്റ് ചെയ്താൽ ആ റിലേഷൻ ഒരിക്കലും ഒരു ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ അല്ല.
1 ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ 1 എലമെന്റ്. അതാണ് അതിന്റെ കാരണം. 1ന് ഒന്നിലധികം എലമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഫംഗ്ഷൻ ആകണമെങ്കിൽ ഒരെലമെന്റ് മറ്റൊരെലമെന്റുമായിട്ടേ റിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സെറ്റ് ഓർഡേർഡ് പെയർ 2 1 4 2 6 3 8 4. ഇവിടെ അത് കണക്കാണ്. ഡൊമൈനും കോഡൊമൈനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരെലമെന്റ് ഒന്നിലധികം എലമെന്റിലേക്ക് റിലേറ്റ് ചെയ്തു എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. 2 1 1മായി റിലേറ്റ് ചെയ്യുന്നു, 4 2ലേക്ക് റിലേറ്റ് ചെയ്യും, 6ന് 3യോടാണ് റിലേഷൻ, 8 റിലേറ്റ് ചെയ്യുന്നത് 4ലേക്കാണ്. ഇവിടെ എല്ലാ എലമെന്റ്സും ഓരോ എലമെന്റിലേക്ക് റിലേറ്റ് ചെയ്തു. 2 1ലേക്ക് മാത്രം, 4 2ലേക്ക് മാത്രം, 6 3ലേക്ക് മാത്രം, 8 4ലേക്ക് മാത്രം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ എലമെന്റ് യുണീക്ക് എലമെന്റിലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷനാണ്. കാരണം എവരി എലമെന്റ് ഹാസ് യുണീക്ക് ഇമേജ്. ഓരോ എലമെന്റിനും ഓരോ ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷനാണ്. ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡൊമൈൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫസ്റ്റ് എലമെന്റ്സിന്റെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് ആണ് 2 4 6 8. അപ്പോഴതിന്റെ റേഞ്ച് വരുന്നത് അതിന്റെ സെക്കൻഡ് എലമെന്റുകൾ 1 2 3 4 അതിന്റെ സെറ്റാണ് റേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇതേപോലെ ഓർഡേർഡ് പെയറുകൾ മാത്രം തരുമ്പോൾ അത് ഫംഗ്ഷൻ ആണോ എന്നറിയാൻ ഇങ്ങനെ നോക്കിയാൽ മതി. അതിലെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്താൽ അതൊരിക്കലും ഫംഗ്ഷൻ ആവില്ല. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്താൽ ഫസ്റ്റ് ക്വസ്റ്റിനെ അറിയാം 1 1 3 1 5 ഫസ്റ്റ് എലമെന്റ് അവിടെ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ ഈ രണ്ടാമത്തേല് ഫസ്റ്റ് എലമെന്റ് എങ്ങ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. 2 4 6 8 ഓരോന്നും ഓരോ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തതിന്റെ അർത്ഥം ആ എലമെന്റിന് ഒന്നിലധികം എലമെന്റുമായി റിലേറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലായ്പ്പോഴും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസിനെ പരിചയപ്പെടാം. അതിലാദ്യത്തെ ഫംഗ്ഷന്റെ പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഈ ഓരോ ഫംഗ്ഷന്റെയും ഡെഫനിഷൻ, അതിൻ്റെ ഡൊമൈൻ, റേഞ്ച്, ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതിൻ്റെ ഡെഫനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഈ ഫംഗ്ഷന്റെ പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഡൊമൈൻ റേഞ്ച് എന്താന്നൊക്കെ അറിയാലോ. ഡൊമൈൻ എന്ന് പറയുന്നത് അതിൽ എക്സിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എലമെന്റ്സിന്റെ സെറ്റ്. റേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതിലേക്ക് എക്സിന് പകരം വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന വാല്യൂസിന്റെ സെറ്റാണ് റേഞ്ച്. ഇതിന്റെ ഡൊമൈൻ 6 ആണ്. ഇതിന്റെ റേഞ്ചും 6 തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫസ്റ്റ് ക്വാഡ്രന്റിനെ തേർഡ് ക്വാഡ്രന്റിനെ ഈക്വലായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ 45 ഡിഗ്രിയിൽ ചരിഞ്ഞു പോകുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുക. ഡെഫനിഷൻ പഠിക്കണം. ഡൊമൈൻ, റേഞ്ച്, ഗ്രാഫ്. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇതാണ് അടുത്ത ഫംഗ്ഷൻ. ഈ 1/xന്റെ ഡൊമൈൻ r മൈനസ് സെറ്റ് 0. അതിൽ എക്സിന് നമുക്ക് 0 കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ 1/0 വരും. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ റിയൽ നമ്പറിൽ നമ്മൾ 0യെ ഒഴിവാക്കി. ഡൊമൈൻ r മൈനസ് സെറ്റ് 0. അതിന്റെ റേഞ്ചും അത് തന്നെയാണ് r മൈനസ് സെറ്റ് 0. അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഇതേപോലെ 2 കർവുകളാണ്. ആ കർവുകൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കർവുകൾ ആക്സിസിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ആക്സിനെ ടച്ച് ചെയ്യാതെ വേണം ആ കർവുകൾ വരയ്ക്കാൻ. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, ഡൊമൈൻ r മൈനസ് സെറ്റ് 0, റേഞ്ച് r മൈനസ് സെറ്റ് 0. ഇതതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ കർവുകൾ ആക്സിസിനെ ടച്ച് ചെയ്യാതെ ഇതേപോലെ വരച്ചു പഠിക്കണം. അടുത്ത ഫംഗ്ഷന്റെ പേര്
കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അതിന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. കെ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യ. 2, 3, -1, 1/2 അങ്ങനെയുള്ള സംഖ്യകൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെയുടെ പേരാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇതിന്റെ ഡൊമൈൻ ആണ്. റേഞ്ച് സെറ്റ് കെ. അതായത് നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ആ കെ എന്ന നമ്പർ ആയിരിക്കും തിരിച്ചു കിട്ടുക. അപ്പോഴതിന്റെ റേഞ്ച് സെറ്റ് കെ. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ റേഞ്ചിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അത് കെ ആണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിലോ റേഞ്ച് എന്ത് വരും? സെറ്റ് 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ സെറ്റ് 3. അത്രയേ ഉള്ളൂ. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, ഡൊമൈൻ ആറ്, റേഞ്ച് സെറ്റ് കെ. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫാണ് അടുത്തയായിട്ട് നമ്മൾ വരയ്ക്കുക. എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. എന്നിട്ട് ആ കെ എന്ന നമ്പർ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യണം. കെ വൈ ആക്സിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ കെയിലൂടെ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കും. ആ റെഡ് കളർ ലൈൻ ആ വൈ ആക്സിനെ ക്രോസ് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് കെ. അങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിന് പാരലായിട്ടാണ് പോകുന്നത്. ഗ്രാഫ് ഓഫ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3യുടെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക? വൈ ആക്സിസിൽ 3 മാർക്ക് ചെയ്യുക, അതിലൂടെ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2 ആണെങ്കിലോ അതേപോലെ വൈ ആക്സിസിൽ -2 മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിലൂടെ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇനി നമ്മൾ പോകുന്നത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. ഈ ഫംഗ്ഷനാണ് മോഡുലസ് ഫംഗ്ഷൻ. ഇതിന്റെ ഡെഫിനിഷൻ നന്നായി പഠിച്ചിരിക്കണം. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ mod x equal to x, x greater than or equal to 0, minus x, x less than 0. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ഡൊമൈൻ R. അതിന്റെ റേഞ്ച് 0, ഇൻഫിനിറ്റി. 0യിൽ സ്ക്വയർ ബ്രാക്കറ്റ്, ഇൻഫിനിറ്റി സിമ്പിൾ ബ്രാക്കറ്റ്. കാരണം ഇൻഫിനിറ്റി അതിന്റെ റേഞ്ചിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുക. ബ്രാക്കറ്റ് ഇടുമ്പോൾ സൂക്ഷിക്കണം. 0യിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഇൻഫിനിറ്റിക്ക് സിമ്പിൾ ബ്രാക്കറ്റ് ആണ്. അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ആക്സ് വരച്ചിട്ട് ഇതേപോലെയാണ്. അതിന്റെ ഗ്രാഫ് വി ഷേപ്പാണ്. അത് യഥാർത്ഥത്തിൽ 2 ലൈനുകൾ ചേരും. റൈറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ഓരോ ലൈനുകൾ ചേരുന്നതായി കാണാം. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോകുന്നത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനിന്റെ പാർട്ടാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് y ഈക്വൽ ടു -xന്റെ പാർട്ടാണ്. ആ y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു -xും കൂടെ ചേർന്നതാണ് മോഡ് എക്സ് എന്ന് പറയുക. ഈ ഗ്രാഫ് നന്നായിട്ട് വരച്ചു പഠിക്കണം. ഇതാണ് മോഡ് എക്സിന്റെ ഗ്രാഫ്. അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് ആണ്. അവിടെയും ഡൊമൈൻ R തന്നെ, റേഞ്ച് -ഇൻഫിനിറ്റി 0. അതായത് നമ്പർ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് വരും. -ഇൻഫിനിറ്റി മുതൽ 0 വരെ, അതാണ് അതിന്റെ റേഞ്ച്. അവിടെയും ആ -ഇൻഫിനിറ്റിക്ക് സിമ്പിൾ ബ്രാക്കറ്റും 0ക്ക് സ്ക്വയർ ബ്രാക്കറ്റുമാണ്. -ഇൻഫിനിറ്റി ഇല്ല, പക്ഷെ 0 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് കൃത്യമായിട്ട് ഇട്ട് പഠിക്കണം. അതിന്റെ ഗ്രാഫ് വരുമ്പോൾ മോഡ് എക്സിന്റെ ഗ്രാഫുമായുള്ള വ്യത്യാസം, മോഡ് എക്സിന്റെ ഗ്രാഫ് മുകളിലേക്കാണ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിൽ മൈനസ് മോഡ് എക്സ് താഴേക്കാണ് വരിക. വി ഷേപ്പാണ്. വി എന്ന ലെറ്ററിന്റെ ഷേപ്പാണ്. മോഡ് എക്സ് മുകളിലോട്ട് വരയ്ക്കുമ്പോൾ മൈനസ് മോഡ് എക്സ് താഴേക്ക് കമത്തിയാണ് വരയ്ക്കേണ്ടത്. ഇതാണ് അതിന്റെ ഗ്രാഫ്. അടുത്ത ഫംഗ്ഷന്റെ പേര് സിഗ്നം ഫംഗ്ഷൻ. പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. ആദ്യം നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് കോമ എക്സ് നോട്ട് ഈക്വൽ ടു 0 കോമ എക്സ് ഈക്വൽ ടു 0. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ. അതിന് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 കോമ എക്സ് ലെസ് ദാൻ 0 കോമ എക്സ് ഈക്വൽ ടു 0, 1 കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇത് രണ്ടും സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ്. അതിൽ ആദ്യത്തെ മുകളിൽ കാണുന്ന ആ മോഡ് എക്സിന് പകരം ആ മോഡ് എക്സിന് 2 വാല്യൂസ് കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞ ഫംഗ്ഷനിൽ കണ്ടതാ. മോഡ് എക്സിന് എക്സ് എന്നും കൊടുക്കാം, -x എന്നും കൊടുക്കാം. എക്സും -x കൂടെ ചേരുന്നതാണ് മോഡ് എക്സ്. അപ്പോൾ മോഡ് എക്സിന് ആദ്യം എക്സ് കൊടുത്താൽ എക്സ് ബൈ എക്സ് 1 വരും. അതാണ് ഈ താഴെ കാണുന്നത്. പിന്നെ മോഡ് എക്സിന് -x എന്ന് കൊടുത്താൽ -x ബൈ എക്സ് -1 വരും. അതാണ് താഴെ കാണുന്നത്. അപ്പോഴിത് രണ്ടും മോഡ് എക്സിന്റെ 2 ഡെഫിനിഷനാണ്. സിഗ്നം ഫംഗ്ഷന്റെ 2 ഡെഫിനിഷനാണ്. ആദ്യം ഡൊമൈൻ R. അതിന്റെ റേഞ്ചിൽ 3 എലമെന്റ്സേ ഉള്ളൂ. -1, 0, 1. അതാ രണ്ടാമത് ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ റേഞ്ചിൽ 3 എലമെന്റ്സ് ആണ്, -1, 0, 1. ഇനി നമ്മൾ അതിന്റെ ഗ്രാഫിലേക്ക് പോകുന്നു. എക്സ് ആൻഡ് വൈ ആക്സ് വരച്ച ശേഷം വൈ ആക്സിസിൽ 0, 1 മാർക്ക് ചെയ്ത്, അതായത് വൈ ആക്സിസിലെ 1. എന്നിട്ട് അവിടെ ഒരു ഹോള് വന്നു. അവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിരിക്കുന്നത് ആ പോയിന്റ്, ആ വൈ ആക്സിലെ 1 എന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഗ്രാഫിൽ ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാനാണ് ഒരു ചെറിയ ഒരു റൗണ്ട് അവിടെ ഇടുക. എന്നിട്ട് അവിടുന്ന് വലത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകും. അത് കണക്ക് താഴെ 0, -1 ഉണ്ടല്ലോ, വൈ ആക്സിലെ -1, അവിടെയും ഒരു ഹോള്, അതായത് ആ പോയിന്റും നമ്മുടെ ഗ്രാഫിൽ ഉൾപ്പെടുന്നില്ല. അതിനാണ് ആ ഹോൾ ഇടുക. എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകും. ഇത് രണ്ടും വരച്ച ശേഷം ആ ഒറിജിൻ ഉണ്ടല്ലോ 0, 0, അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. കാരണം ആ പോയിന്റ് നമ്മളുടെ ഗ്രാഫിനകത്ത് വരുന്നതാണ്. ഡെഫിനിഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും 0യിൽ 0 ആണ്. ആ 0, 0 കൂടി നമ്മളുടെ ഗ്രാഫിനകത്തുണ്ട്. അതുകൊണ്ട് ആ പോയിന്റും കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് അതിന്റെ ഗ്രാഫ്. അപ്പോൾ 1, 0യിലും 0, 1ലും 0, -1ലും 2 ഹോളാണ്. എന്നിട്ട് അവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടും വരയിടുക. അതേപോലെ ഒറിജിൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എക്സ് എഴുതും. അതിനെ വായിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് എന്നാണ്. അതിന്റെ ഡെഫിനിഷൻ എക്സ് എന്ന എലമെന്റിന്റെ ഇമേജ്, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അനുസരിച്ച് എക്സിന്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സിന് ഈക്വലോ അതിനേക്കാൾ ലെസ്സോ ആയ ഇന്റിജർ, എക്സിന് തുല്യമോ അതിനേക്കാൾ ചെറുതോ ആയ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആണ് ഒരു എക്സിന്റെ ഇമേജ് എന്ന് പറയുന്നത്. അതിന്റെ ഡൊമൈൻ ആർ, റേഞ്ച് ഇസഡ് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. അതിന്റെ ഗ്രാഫ് വളരെ ശ്രദ്ധിച്ചു വേണം വരച്ചു പഠിക്കാൻ. അതിന്റെ ഗ്രാഫിനൊരു സ്റ്റെപ്പിന്റെ ആകൃതിയാണ്. ഓരോ ലൈൻ സെഗ്മെന്റിന്റെയും റൈറ്റ് സൈഡിലെ ആ ബബിൾ അത് ഡാർക്കൺ ചെയ്തിട്ടില്ല. അതിന്റെ മീനിങ് അതിന്റെ താഴെ എക്സ് ആക്സിസിൽ കാണുന്ന ആ എലമെന്റിന്റെ ഇമേജ് ആ ബബിളിന് തൊട്ട് മുകളിൽ കാണുന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ്. അതാണ് ആ ബബിളുകൾ ഒന്നും തന്നെ ഡാർക്കൺ ചെയ്യാത്തതിന്റെ കാരണം. ഈ ഗ്രാഫ് ഇതേപോലെ വരച്ചു പഠിക്കണം. ആ ഗ്രാഫിൽ ഒറിജിൻ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതാണ് ആ ഒറിജിൻ റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു എലമെന്റിന്റെ ഇമേജ് എങ്ങനെ കാണാം നമുക്ക് നോക്കാം. ഒരു ഇന്റിജർ ആണെങ്കിൽ അതിന്റെ ഇമേജ് ആ ഇന്റിജർ തന്നെയായിരിക്കും. അതിന്റെ എക്സാമ്പിൾ 4 ഇന്റിജർ ആണ്, അപ്പോൾ 4 തന്നെയാണ് അതിന്റെ ഇമേജ്.
-2 ഇൻറ്റിജർ ആണ്, അപ്പോഴും -2 തന്നെയാണ് അതിന്റെ ഇമേജ്. അപ്പോൾ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിന്റെ ഇമേജ് എപ്പോഴും ഒരു ഇൻറ്റിജർ തന്നെയായിരിക്കും. ഇനി 2.78 അത് ഇൻറ്റിജർ അല്ല. അപ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ ആ 2.78 റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമേജ് കാണാൻ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഇൻറ്റിജർ, ആ റെഡ് കളറിലെ 2.78, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഇൻറ്റിജർ ഏതാ? 2 അല്ലേ? അതാണ് അതിന്റെ ഇമേജ്. അടുത്തത് -1.456. അത് നമ്പർ ലൈനിൽ -1നും 2നും ഇടയ്ക്ക് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. -1.456. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഇൻറ്റിജർ ഏതാ? -2 അല്ലേ? അപ്പോൾ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് -2 ആണ്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒരു സ്റ്റെപ്പിന്റെ രൂപത്തിൽ വരുന്നത് കൊണ്ട് ഇതിന് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഈ ചാപ്റ്ററിന്റെ ബാക്കി പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.